ഹലോ പീപ്പിൾ, ദിബിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 ഓഗസ്റ്റ് 15 അഥവാ സ്വാതന്ത്ര്യദിനം പ്രമാണിച്ചുകൊണ്ടാണ് രഞ്ജിത്ത് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു തങ്കലാൻ. സിനിമ കണ്ട എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറയാൻ പോകുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ സിനിമ കണ്ടത്. സിനിമയിൽ എനിക്ക് 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റാണ് ഞാൻ എടുത്തു പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രഞ്ജിത്ത് എന്ന് പറഞ്ഞ സംവിധായകനാണ്. ഒരു യഥാർത്ഥ കഥയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ കോലാർ ഗോൾഡ് ഫീൽഡ്സിലെ കർണാടക നടക്കുന്ന KGF-ന്റെ യഥാർത്ഥ കഥയാണ് അദ്ദേഹം എടുത്തു വെച്ചിരിക്കുന്നത്. അതിനെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ അത് എങ്ങനെ എത്തുകൂടെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാം, അതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ JV പ്രകാശിൻ്റെ മ്യൂസിക്. എൻ്റെ പ്രകാശ് അണ്ണൻ കയറി കൊളുത്തി കളഞ്ഞു. കാരണം വെച്ചാൽ മ്യൂസിക് എന്ന് പറയുന്നത് വേറെ വൈബാണ്. കാരണം വെച്ചാൽ കയറി ഒരു പ്രേക്ഷകന് എവിടെയൊക്കെ റൊമാൻറ്റിഫിക്കേഷനും എവിടെയൊക്കെ ഒരു ഫീലിങ്സ് പറഞ്ഞത് അദ്ദേഹത്തിന് നല്ല വൃത്തിയെ കാണിച്ചു തന്ന ഒരു മ്യൂസിക്കൽ വർക്കാണ് ഈ തങ്കലാൻ സിനിമയിൽ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആരതി എന്ന കഥാപാത്രം അവതരിപ്പിച്ച മാളവിക മോഹൻ, അവരെ നിന്ന് ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം സിനിമ കാണുമ്പോഴേ അവരെ പെർഫോമൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നാലാമത്തെ കാര്യം, നിങ്ങളെപ്പോലെ തന്നെ ചിയാൻ വിക്രം, ഒരു സിനിമയുടെ ഒരു ഇന്ത്യൻ സിനിമയിൽ ചുരുക്കം ചില നടന്മാരിൽ കാരണം ഏത് ക്യാരക്ടറിന് വേണ്ടി അറ്റം വരെ പോകുന്ന ഒരു നടനാണ് ചിയാൻ വിക്രം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സിനിമയിൽ ജീവിച്ചാണ് അദ്ദേഹം കാണിക്കുന്നത്. ഇന്ന കഥാപാത്രമാണ് മോനെ എന്ന് പറഞ്ഞു കൊടുത്ത അദ്ദേഹം വേറെ ലെവലായിട്ട് എൻ്റെ എക്സ്ട്രീം മോഡായിരിക്കും തിരിച്ചു തരുന്നത്, അതിൻ്റെ ഡബിൾ മടങ്ങ്. അങ്ങനത്തെ ഒരു നടനാണ് ചിയാൻ വിക്രം. ഇതിലൊരു ട്രൈബലിൻ്റെ വേഷത്തിൽ, ഒരു ആദിവാസിയുടെ വേഷത്തിലാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിൻ്റെ വയലൻസ് ആയാലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ആയാലും അദ്ദേഹം പറഞ്ഞ തമിഴായാലും, ഇതിൽ തമിഴ് ചിലവർക്ക് അത് മനസ്സിലാവത്തില്ല. കാരണം സാധാരണ തമിഴല്ല, എന്തോ ഒരു തമിഴാണ്. എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ എനിക്ക് അയാളുടെ അഭിനയം കണ്ട ആ തമിഴ് ഞാൻ ഇങ്ങനെ മറന്നിങ്ങനെ ഇരിക്കരുത്. കാരണം ആ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഈ അഭിനയത്തിലെ എല്ലാം മെഴുകു തിരിയുള്ള ഇങ്ങനെ മൊഴിവി ഇങ്ങനെ ഇരിക്കും. അങ്ങനത്തെ അഭിനയമാണ് ഈ തങ്കലാൻ സിനിമയിൽ അദ്ദേഹം കാഴ്ചവെച്ചത്. എന്നിട്ട് പോലും ഈ സിനിമയ്ക്ക് മിക്സഡ് റെസ്പോൺസാണ് കരസ്ഥമാക്കാൻ പറ്റിയിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് നല്ല പോസിറ്റീവ് റിവ്യൂ ആണെങ്കിൽ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല, മിക്സഡ് റെസ്പോൺസ് ആയിപ്പോയി. അതുപോലെ മിക്സഡ് ബോക്സ് ഓഫീസ് കളക്ഷനായിപ്പോയി ഒരു സിനിമയുണ്ട്. ഏകദേശം 60 കോടിയോളം ബഡ്ജറ്റ് വരുന്ന സിനിമയ്ക്ക് ഏകദേശം 80-85 കോടി രൂപയെ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ കിടില സിനിമയാണ്, വർത്ത് വാച്ചാണ്. എനിക്ക് ചെറിയ നിരാശയിട്ട് തോന്നുന്നു വെച്ചാൽ ഇതിൻ്റെ ക്ലൈമാക്സ് കൊണ്ട് ഒരു ഗുമ്മില്ലാതെ തന്നെ തീർത്ത് കളഞ്ഞത്. എന്ന് വെച്ചാൽ ഇത്തുകൂടെ കുറച്ചും കൂടെ സമയമെടുത്ത് കുറച്ചും കൂടെ നല്ല വൃത്തി വർക്കെടുത്ത് ചെയ്യേണ്ട ഒരു ക്ലൈമാക്സ് എന്ന് എനിക്ക് തോന്നിപ്പോയി. അത് മാത്രമേ നിരാശയിട്ട് തോന്നിയുള്ളൂ. ബാക്കി എല്ലാം ടോപ്പ് നോച്ച് സംഭവമാണ്. തങ്കലാൻ എന്നുള്ള സിനിമ ഇനി തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റുന്ന വെച്ചാൽ എനിക്കറിയത്തില്ല. അവൈലബിളായ തിയേറ്റർ ഉണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. ഇനി OTT ചിലപ്പോൾ സെപ്റ്റംബർ 20-നോ 27-നോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം തങ്കലാൻ്റെ. അത് നെറ്റ്ഫ്ലിക്സിലോ ആമസോൺ പ്രൈം വീഡിയോയിലോ ഒന്നും അറിയത്തില്ല. ഞാൻ ഉടനെ അറിയിക്കുന്നതായിരിക്കും ഒഫീഷ്യലായിട്ട്. അത് വരുമ്പോൾ ഞാൻ അറിയിക്കുന്നതായിരിക്കും ഈ ചാനൽ വഴി. അപ്പം എനിക്ക് തങ്കലാൻ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയുടെ തങ്കലാൻ എന്നുള്ള സിനിമ. അപ്പം നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ OTT വഴി കാണാൻ ശ്രമിക്കുക. OTT വരുമ്പോൾ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ തിയേറ്ററിൽ ചെന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള തങ്കലാൻ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.